മുംബൈയിൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. HSC, SSC പരീക്ഷകളിൽ 85% മാർക്ക് വാങ്ങിയ കുട്ടികൾക്കാണ് സ്കോളർഷിപ്പുകൾ നൽകിയത്. തുടർച്ചയായി 10ാം വർഷമാണ് വേൾഡ് മലയാളി കൗൺസിൽ അർഹതപ്പെട്ട കുട്ടികൾക്ക് തുടർ പഠനത്തിനായുള്ള സാമ്പത്തിക സഹായം നൽകി വരുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ മുംബൈ പ്രൊവിൻസിന്റെ നേതൃത്വത്തിൽ HSC, SSC പരീക്ഷകളിൽ 85% മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മുംബൈയിലെ പല ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച അപേക്ഷകളിൽ നിന്ന് അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്താണ് തുടർ പഠനത്തിനായി സംഘടന സഹായം നൽകിയത്. അന്തേരി സാക്കിനാക്കിൽ നടന്ന ചടങ്ങിൽ മുംബൈ പ്രൊവിൻസ് പ്രസിഡന്റ് KK നമ്പ്യാർ അധ്യക്ഷനായിരുന്നു. ചെയർമാൻ ഗോകുൽദാസ് മാധവൻ, ജനറൽ സെക്രട്ടറി MK നവാസ് എന്നിവർ വേദി പങ്കിട്ടു. തുടർന്നും ഉന്നത പഠനത്തിന് സാമ്പത്തിക സഹായം ആവശ്യമായ അർഹരായ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കാൻ വേൾഡ് മലയാളി കൗൺസിൽ പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രസിഡന്റ് KK നമ്പ്യാർ പറഞ്ഞു. Or anybody is coming forward to us, we are ready to help. Every time we used to announce that. Even this time also we told all the people individually, if any help you require personally, you can approach us. കഴിഞ്ഞ 10 വർഷമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് വേൾഡ് മലയാളി കൗൺസിൽ വിദ്യാഭ്യാസ സഹായം നൽകി വരുന്നതെന്നും ഈ വർഷം 115 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തതെന്നും ട്രഷറർ രാജേഷ് മാധവൻ പറഞ്ഞു. This is the 10th year of WMC Mumbai providing scholarship to meritorious students who are needy. ചടങ്ങിൽ ഐറിൻ ചാനിയൽ കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകി സംസാരിച്ചു. സ്കോട്ട്ലാൻഡിലെ എഡിൻസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സൈക്കോ തെറാപ്പിയിൽ കൗൺസിലിംഗും സൈക്കോളജിയും ഡോക്ടറേറ്റ് എടുക്കുകയാണ് ഐറിൻ. And then came a very big point of my life when I heard Sundar Pichai's word from my father. If you follow your heart and do what you like, you will always do much better. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ശരിയായ വഴി സ്വയം തെളിയുമെന്ന ഉദാഹരണങ്ങൾ നിരത്തിയാണ് ഐറിൻ സംസാരിച്ചത്. വേൾഡ് മലയാളി കൗൺസിൽ അംഗങ്ങൾ കൂടാതെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സന്നിഹിതരായിരുന്നു. റിപ്പോർട്ടർ ജലം, മുംബൈ.